വൃന്ദാവനത്തിലെ ഒരു ഗ്രാമത്തിൽ പല പല ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു നെയ്ത്തുകാരനാണ് നീരജയെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു സാധുഗ്രഹത്തിലാണ് നീരജയെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം അന്നന്ന് ജോലി ചെയ്ത് ആ മുണ്ട് കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് കഴിയുന്നത്. അപ്പം നീരജയും ആ നെയ്ത്ത് ജോലി പഠിപ്പിച്ചു. ഭഗവാന് പീതാംബരം വളരെ ഇഷ്ടമാണെന്ന് നീരജയ്ക്ക് അറിയാം. ഭഗവാൻ ഇഷ്ടാനിഷ്ടത്തിന് അപ്പുറമാണെങ്കിലും ഭക്തന്മാർക്കെല്ലാം ഇത് ഭഗവാൻ ഇഷ്ടമായിരിക്കും, ഇതാ ഇഷ്ടമായിരിക്കും എന്നുള്ള രീതിയാണല്ലോ. മരിച്ച ശരീരത്തിൽ നിറം മഞ്ഞയാണ്. ശരീരബോധം വിട്ടതിൻ്റെ പ്രതീകമായിട്ടാണ് ആ ഒരു തത്വം കൂടിയാണ്. ഭഗവാന് പീതാംബരം വളരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞത് മുതൽ ആ നിറത്തിലെ ഒരു ചേല ഭഗവാൻ അണിയിക്കുന്നതായിട്ട് നീരജ എപ്പോഴും ഭാവന ചെയ്യുമായിരുന്നു. ശ്യാമളവർണ്ണവും പീതാംബരവും പുഞ്ചിരിയായി നിൽക്കുന്ന ആ ഭഗവാനെ മാത്രമായിരുന്നു അവരുടെ ഹൃദയത്തിൽ, നീരജയുടെ ഹൃദയത്തിലോ കാണുന്നത് എപ്പോഴും. ആ മഞ്ഞ വസ്ത്രത്തിൽ സ്വർണ്ണ നൂലുകൊണ്ട് നെയ്ത ഇഴകൾ അത് നീരജ മനസ്സിൻ്റെ ഭാവനയെ കണ്ടു. അപ്പം നീരജ തന്നെത്താനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി അതിൽ പൂവുകളും വളർത്തിയെടുത്ത് അതുകൊണ്ട് വിൽക്കും. അതുകൊണ്ട് വിറ്റിട്ട് നൂല് വാങ്ങിച്ചു. അവസാനം തനിക്ക് ഉണ്ടായ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ട് അതിന് സ്വർണ്ണ നൂലും വാങ്ങിച്ചു. അങ്ങനെ പിന്നെ കൈകൊണ്ട് സ്വർണ്ണ നൂല് പോലുള്ളത് വാങ്ങിച്ചിട്ട് കൈകൊണ്ട് എൻ്റെ അരക് തയ്ക്കും. ഭഗവാൻ ജന്മദിനം വന്നെടുത്ത് തലേ ദിവസം നീരജ സാധനം വാങ്ങി വീട്ടിൽ വരുമ്പോൾ ഇത്തിരി താമസിച്ചു പോയി. ഭഗവാന് ജന്മദിനം പോകുമ്പോൾ ഇതിന് കൊടുക്കണമെന്നുള്ള രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ താമസിച്ചു. ഭർത്താവിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം പിറ്റേ ദിവസമായപ്പോൾ വീട്ടിൽ തീ കത്തിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയി തീയും കൊണ്ട് വരികയാണ്. അപ്പോൾ തീ കൊണ്ടുവന്ന സമയത്ത് ഭർത്താവ് നീരജയെ പിടിച്ച് ചീത്ത വിളിച്ചു. തട്ടിയിട്ട് നീരജ മറിഞ്ഞു വീണു. കൈ തീരുന്നത് പുരയുടെ പുറത്തേക്ക് വീണു. ആ പുരയുടെ പുറത്ത് വീണിട്ട് പെട്ടെന്ന് കാറ്റം വന്ന് പുരയിൽ തീ പിടിച്ചു. അപ്പോൾ നീരജ വിഷമിച്ചു. അയ്യോ, ഭഗവാന്റെ തുളത്തിൻ്റെ തുണി അവിടെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായി കാണും, കരിഞ്ഞു കാണുമോ? ഹൃദയം പൊട്ടി ഒരു കരയാനുണ്ടെങ്കിൽ ഭഗവാൻ അറിയിക്കാൻ സാധിക്കുമോ? അതുമില്ല. അടുത്ത വർഷം ഭഗവാൻ ഇന്നപോലെ ജന്മദിനമെന്നുള്ള കിനാവ് കെട്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പതിയെപ്പറ്റി പൂക്കൾ നട്ടു വളർത്തി ആ പൂ കൊണ്ട് കുറച്ച് വിൽക്കുകയും ചെയ്ത് ആണിത്. ആ പൈസയ്ക്കാണ് നൂല് വാങ്ങിച്ചത്. ഭർത്താവ് നെടുക്കാരിക്കാം നോക്കിയപ്പോൾ തുണിയോടെ കാണാനില്ല. അപ്പോൾ അത് കരിഞ്ഞു കാണുന്നുണ്ട്. ഹൃദയം പൊട്ടി വിങ്ങി കരയാണ്. നാളെ ജന്മനാളാണ്, എന്താ ചെയ്യേണ്ടത്? മറ്റൊരു വഴിയില്ല. എന്നാലും ഭഗവാന്റെ ജന്മനാളിൽ കാണാതിരിക്കാൻ പറ്റത്തില്ല ഭഗവാനെ. അപ്പോൾ തുളസി എടുത്ത് കെട്ടി കരഞ്ഞ് കണ്ണുനീർ വാഴ്ത്ത് കെട്ടി, ഭഗവാനെ ഞാൻ ഓരോ ദിവസവും കിനാകൊണ്ടാണ് അവിടത്തേക്ക് ഇടാൻ വേണ്ടി, അതും കരഞ്ഞു പോയതായിരിക്കുമല്ലോ, ഞാൻ വല്ല തെറ്റുകളും ചെയ്തോ, ക്ഷമിക്കണമേ, അവിടെ നിന്ന് എൻ്റെ അപരാധം പൊറുക്കണേ ഇതൊക്കെ പ്രാർത്ഥിച്ച് മാല കെട്ടി. അങ്ങനെ ആ മാലയും കൊണ്ട് നീരജ ഭഗവാന്റെ ജന്മനാൾ ദിവസം പോവുകയാണ്. എന്നാൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് പോലും നീരജയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു. ഉള്ളിൽ എത്തിന്ന് ആരോട് പരാതിയായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ട് പോയി ആശ്വസിപ്പിക്കുന്ന ഈ വാക്കുകൾ പറയാണ്. നീരജയുടെ മനസ്സിൽ എപ്പോഴും ഭഗവാൻ എന്നുള്ള ഒരു ചിന്തയാണ്. കണ്ണന് രൂപമാകാത്ത അവളുടെ കണ്ണുകൾ കണ്ണനെ മാത്രം തിരയുകയായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ പീതാംബരധാരിയായി പുഞ്ചിരിയോടെ ഭഗവാൻ നിൽക്കുന്നു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ നെയ്ത് വെച്ച അതേ പട്ട് തന്നെ ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത്. എല്ലാം മറന്നു അവന് നിശ്ചലയായി നീരജ നിൽക്കുകയാണ്. പറിച്ച് തുളസിമാലയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ പോയി തട്ടി. അപ്പോൾ പെട്ടെന്ന് ഉണർന്ന് മാല ഇട്ടു. അപ്പോൾ ആദ്യത്തെ മാല നീരജയുടെ മാലയാണ്. നീരജയുടെ സ്വപ്നവും പൂവണിഞ്ഞു. അപ്പോഴും നീരജ നോക്കി നിൽക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെയുള്ള ആഗ്രഹിച്ചാണ് നെയ്തത്. പക്ഷെ അതുപോലെ തന്നെയുള്ള പീതാംബര വസ്ത്രമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ഗോപികൾ കൊണ്ടുവന്ന എല്ലാ സമ്മാനവും ഭഗവാൻ സ്വീകരിച്ചു.
അവരുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു. കണ്ണൻ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി. കണ്ണനോട് ചെവി രഹസ്യം എന്തോ പറഞ്ഞു. അത് കേട്ടവർ ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ട് മത്സരിച്ച് ഓടി മറഞ്ഞു. പിന്നിൽ നിന്ന് കടനൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും മരണം വന്നിട്ടേ ഊണ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഗോപി കടനൊപ്പം ചിരിയും കളിയും പാട്ടും നൃത്തമൊക്കെയായി. അങ്ങനെ ആനന്ദത്തിൽ ആറാടി. സമയം പോയത് ആരും തന്നെ അറിഞ്ഞില്ല. ആർക്കും വിശപ്പും ദാഹവും തോന്നിയതുമില്ല. ഉച്ചതിരിഞ്ഞ് ഗോപന്മാർ തിരിഞ്ഞ് മടങ്ങിയതിന് ശേഷമാണ് എല്ലാവർക്കും ഊണിന് ഇലയിട്ടത്. സന്ധ്യ കഴിഞ്ഞതോടെ ഗോപികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. അവസാനം ചെന്ന് നീരജയും ഭഗവാനെ സമീപിച്ച് വണങ്ങി. നീരജയെ, നീ വിഷമിക്കരുത്. നിന്റെ കുടിൽ കത്തിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ നീ വന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഗോപന്മാരെയൊക്കെ അയച്ചിട്ട് നിന്റെ കുടിൽ നല്ലവണ്ണം ശരിയാക്കി കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നീ ഒരിക്കലും നെയ്ത് ആ പട്ട് അവിടെ കരിഞ്ഞിട്ടില്ല. അത് കാറ്റ് വീശിയല്ലോ, ആ കാറ്റിൽ നിന്റെ പട്ട് പുറത്തേക്ക് പോയി. ഗോക്കളെയും കൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഗോക്കളുടെ മേത്തിലാണ് ചില വന്ന് വീണത്. ആ ചില കയ്യിലെടുത്ത് അപ്പം ജന്മദിനം അമ്മ എടുത്തുകൊണ്ട് കൊടുത്തു. അമ്മ ജന്മദിനത്തിന് കുളിച്ചു വന്നതിന് ശേഷം അണിയിച്ചത് ആ ചിലയാണ്. നീ നെയ്ത വസ്ത്രമാണ് എൻ്റെ ദേഹത്ത് ഇപ്പോൾ കിടക്കുന്നത്, നീ നോക്കൂ. അപ്പോൾ ഇതെല്ലാം മറന്ന് അപ്പോഴും നിശ്ചയമായി നിന്നുപോയി. ഞാൻ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. എന്നെ പല നാമത്തിൽ ജനങ്ങൾ വിളിക്കാറുണ്ട്. ഇനി മേലിൽ എന്നെ അവർ പീതാംബരനെന്നും വിളിക്കും. ആ നാമവും ഈ ചേല പോലെ നിന്റെ ജന്മദിന സമ്മാനമാണ്. ഭഗവാനും യഥാർത്ഥ ഭക്തരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭക്തർക്കെല്ലാം തന്നെ ഭഗവാനാണ്, ഭഗവാനെല്ലാം തന്നെ ഭക്തരും. നിഷ്കാമ പ്രേമത്തിൻ്റെ പ്രതീകമാണ് ഈ ബന്ധം. ഈ പ്രേമമെന്നും എപ്പോഴും എല്ലാവരും നിലർത്തിക്കൊണ്ടുപോകാൻ ഇടവരട്ടെ. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ലോകത്ത് വന്നതും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് യാത്രയാകുകയും ചെയ്തെന്നാണ് പറയുന്നത്. നമ്മളാകട്ടെ കരഞ്ഞുകൊണ്ട് ഭൂമി ജനിക്കുന്നു. ഇവിടുന്ന് വിട്ടുപോകുമ്പോഴെങ്കിലും നമുക്ക് പുഞ്ചിരിയോടെ പോകാൻ സാധിക്കണം. കൃഷ്ണൻ്റെ മായാത്ത പുഞ്ചിരി അതിന് പ്രചോദനമായി തീരട്ടെ. ആ പരമാത്മാവുള്ള പ്രേമം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആ പൂർണ്ണ നിലാവായി നിറഞ്ഞു ഒഴുകട്ടെ. ഈ പ്രേമം എന്നും മക്കളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആ കൃപയ്ക്ക് എല്ലാവരും പാത്രമാകാൻ പരമാത്മാവ് എല്ലാവരും അനുഗ്രഹിക്കും.